നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പുതിയൊരു തുടക്കം ഇടുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ട്രേഡിംഗ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവിൽ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. NSEയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ടോട്ടൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരിൽ 10% അതിൽ താഴെയോ ആൾക്കാർ മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നതാണ് NSE നൽകുന്ന കണക്കുകൾ. നമ്മളിവിടെ ശ്രമിക്കുന്നത് വരുന്ന 30 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് പൂർണ്ണമായും പഠിച്ചെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ, അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മളിന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എങ്ങനെ കംപ്ലീറ്റായി പഠിച്ചെടുക്കാം, അതാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. നിങ്ങളെന്തായാലും കൂടെ നിൽക്കൂ. ഈ 30 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് അതൊരു തുടക്കം കുറിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവും വേണ്ട. നമ്മൾ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. പക്ഷേ ഷെയർ മാർക്കറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ചാർട്ടിനകത്ത് നമ്മളൊരു ഉത്തരം തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും പണമുള്ളവനാണ് ചാർട്ട് വരയ്ക്കുന്നത്. ഈ ചാർട്ടിൽ നമ്മളെ അവർ കൊടുക്കും. നമ്മൾ ഓരോ ദിവസവും അതിൽ പെട്ടുപോകും. നമ്മുടെ കഴിവുകൾ പയറ്റിയിട്ട് ഇവിടെ വിജയിക്കാനാവില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെ നമുക്കൊരു 3 വർഷമെങ്കിലും സമയം പൊതുവിലെടുക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഏറ്റവും മികച്ച മാർഗം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് 2 മാർഗങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. ഒന്ന്, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എത്രമാത്രം മാക്സിമം ബാക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോഴും മനസ്സിലാക്കുക, ബാക്ക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നതെല്ലാം ഓൾറെഡി കഴിഞ്ഞ ഒരു മാർക്കറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തതിനെ നമ്മൾ ലൈവായിട്ടൊരു ട്രേഡിൽ ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരണമെങ്കിൽ അത്രമാത്രം നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവണം. സോ മാക്സിമം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്, ഇൻസ്റ്റൻറ്റേനിയസ്ലി ഈ ലൈവ് മാർക്കറ്റിൽ തീരുമാനമെടുത്ത് പെട്ടെന്ന് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു മെഷീനെ പോലെ, പണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത അതേ പ്രക്രിയ ഇവിടെ ചെയ്താൽ വളരെ കാര്യങ്ങൾ എളുപ്പമാകും. എന്താണെന്ന് വെച്ചാൽ, ഒരു പദ്യം പഠിച്ചുകൊണ്ട് വരാൻ ആദ്യമായി നമ്മളോട് ടീച്ചർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്തത്? അതിൻ്റെ ലോജിക്കൊക്കെ ഇല്ലേ, ആ പദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളതിൻ്റെ വാക്കുകൾ ഓർത്തെടുക്കാനും അതുപടി തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്കിവിടെ സാധ്യമാണോ? അങ്ങനെ കാണാപ്പാഠം പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായി ഷെയർ മാർക്കറ്റല്ല, ജീവിതത്തിലെ എന്തും മാറിയാൽ നമുക്കതിലെല്ലാം വിജയിക്കാൻ പറ്റും. കാരണം ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. സ്കൂളുകൾ നമ്മളെ ഓൾറെഡി അത് പഠിപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ അത് നടക്കാറില്ല. കാരണം ഓരോ ദിവസത്തെയും ചാർട്ട് വ്യത്യസ്തമായ പാറ്റേൺസാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഫെയിലായി പോകുന്നത്. നേരെ മറിച്ച് കാണാപ്പാഠം പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഷെയർ മാർക്കറ്റ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാക്കി ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ വിജയിക്കാൻ പറ്റുന്നൊരു മേഖലയായി ഇത് മാറും. അപ്പോൾ പൂർണ്ണമായും ഈ വരുന്ന 30 ദിവസം കൊണ്ട് ഒന്നുകിൽ നമുക്കിത് പൂർണ്ണമായി പഠിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ കാണാപ്പാഠം പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇതെന്ന്. ഓക്കെ, ഇത് എന്ത് തന്നെ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിലും നമ്മളിത് പൂർണ്ണമായിട്ട് വരുന്ന 30 ദിവസങ്ങളിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ അത് അപ്ലൈ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഒന്നിച്ചത് ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ചെയ്യുന്നത് എന്താണെന്ന് അതിൻ്റെ മെത്തേഡ് ഞാനൊന്ന് പറയാം. അതായത് ഇന്നിപ്പോൾ നമുക്ക് കാണാം, പല കമ്പനികളുടെ പല ഷെയറുകളിൽ പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ചേഞ്ച് തന്നിട്ടുള്ള ഷെയറുകളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഈ വന്നേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൂവ് തന്ന ഷെയറുകളാണ്. അത് റുപ്പീസിലല്ല നമ്മളിവിടെ എടുക്കുന്നത്, മറിച്ച് പെർസെൻറ്റേജിലാണ്. കാരണം ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ പല ആൾക്കാരും ഇത്ര രൂപ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ്. ഇത്ര രൂപ കിട്ടിയെന്നല്ല നമ്മൾ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ പറയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വിജയിക്കാൻ വേണ്ടുന്ന ഒരു രീതിയും അതുതന്നെയാണ്. അതായത് ഷെയർ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടി എന്നതിലുപരി നിങ്ങൾ മുടക്കിയ തുകയ്ക്ക് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലഭിച്ചു എന്നതിലാണ് പ്രാധാന്യം. കാരണം ചില ട്രേഡേഴ്സ് 1 കോടി രൂപ ഒരു ദിവസം ലാഭമുണ്ടാക്കി ആ വീഡിയോ ഒരു 5-8 ലക്ഷം പേര് കാണുന്നു. ഈ വീഡിയോ കണ്ടതുകൊണ്ട് അത്രയും ആൾക്കാർക്ക് എന്ത് ഗുണം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അറിയത്തില്ല.
ഒരു മോട്ടിവേഷൻ കിട്ടും തീർച്ചയായിട്ടും. അതിലുപരി എന്ത് പഠിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ 1,00,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ആൾ എത്ര രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ആൾ എടുത്തത്. സപ്പോസ് 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ 1% റിട്ടേൺ എടുത്തപ്പോൾ അയാൾക്ക് 1 കോടി കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ട് എന്ത് പഠിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച രീതികളൊക്കെ അങ്ങ് മാറ്റുക, എന്നിട്ട് പെർസെൻറ്റേജിലേക്ക് ആക്കുക. പെർസെൻറ്റേജിലേക്ക് ആക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് സ്റ്റോക്കിലും ഏത് ദിവസവും ഏത് മാർക്കറ്റിലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം കൃത്യമായിരിക്കും, കണക്കുകൾ തെറ്റാതിരിക്കും. നേരെ മറിച്ച് നമ്മൾ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഷെയർ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കും മാറുന്നതിനനുസരിച്ച് നമ്മുടെ കണക്കുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഒരു പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് തന്നെ അത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുള്ള ആദ്യത്തെ 5 സ്റ്റോക്കുകൾ അതാണ് നമ്മൾ ഓരോ ദിവസവും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ലോസ് തന്നിട്ടുള്ള ഫസ്റ്റ് 5 സ്റ്റോക്കുകൾ, ഈ 5 സ്റ്റോക്കുകൾ, അതായത് പോസിറ്റീവ്ലി ഏറ്റവും വലിയ മൂവ് നടത്തിയിട്ടുള്ള 5 സ്റ്റോക്കുകളും നെഗറ്റീവ്ലി ഏറ്റവും വലിയ മൂവ് നടത്തിയിട്ടുള്ള 5 സ്റ്റോക്കുകളും നമ്മൾ ഇനി വരുന്ന 30 ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത് കാണാപ്പാഠം പഠിച്ച് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെ പറ്റുമെങ്കിൽ ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സിമ്പിളായി വിജയിക്കാൻ പറ്റേണ്ടതാണ്. ഓക്കെ, നടക്കോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടു ഇന്നത്തെ ഏറ്റവും വലിയ മൂവ് തന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഇതാണ്. അപ്പോൾ JSW സ്റ്റീലിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്ട്രാറ്റജിക്ക് 10% അതിൽ താഴെ മാത്രം വെയിറ്റേജ് നമ്മൾ കൊടുത്താൽ മതി. സ്ട്രാറ്റജിയിലല്ല നമ്മൾ ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പോകുന്നത്, മറിച്ച് റിസ്ക് റിവാർഡിലാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി കാണാപ്പാഠം പഠിച്ചെടുത്താൽ ബാക്കി റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കതിനൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഇന്ന് ട്രേഡിനിരിക്കുന്ന ഒരാൾ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ലോ അടയാളപ്പെടുത്തുന്നു, ഹൈ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഈ ഹൈയെ അല്ലെങ്കിൽ ലോയുടെ തൊട്ട് പറ്റേ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ആണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും. റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് എൻട്രി എടുക്കും. ഇന്ന് കാലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. സെക്കൻഡ് ക്യാൻഡിൽ റെഡ് വെച്ചു, ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ ഗ്രീൻ ക്യാൻഡിൽ വെച്ച് കഴിയുമ്പോൾ തൊട്ടാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. കാരണം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഗ്രീൻ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുക്കാം. ഇവിടെ പക്ഷേ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പിന്നെയും മുകളിലേക്ക് പോയി. ഇവിടെ റീടെസ്റ്റ് വന്നു. അതിനുശേഷം ഈ റെഡ് ക്യാൻഡിൽ, അതായത് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന റെഡ് ക്യാൻഡിലിൽ നമുക്ക് ഹൈയിൽ എൻട്രി എടുക്കാം. എനിവേ, ഒന്നുകിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. കാരണം ഈ ദിവസത്തെ ഈ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ആ ഡേയുടെ ഹൈ ആണ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ പലപ്പോഴും മുകളിലേക്ക് ഒരു മൊമെൻ്റം നമ്മൾ കാണാറുണ്ട്. ഒപ്പം ഇത് നമ്മുടെ റൂൾസിന് അനുകൂലമാണ്, കാരണം റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മളൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പോലും ഇന്നത്തെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം പിന്നീട് കിട്ടിയ ഈ റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ പോലും അത് നല്ലൊരു എൻട്രി ആയിട്ട് ഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ വെച്ചേക്കുക. ഇവിടുന്ന് എൻട്രി എടുക്കാം, ഇവിടുന്ന് എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പോയിട്ട് 1:, എത്ര കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 0.5% ആണ് നമ്മൾ എല്ലായ്പ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈ വരെ പോയിട്ടുള്ളത് 2.62% ചേഞ്ച് അത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് 1:5%, 1:5 റിസ്ക് റിവാർഡ് ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. സ്റ്റോക്കിൻ്റെ പേര് JSW സ്റ്റീൽ. JSWയിൽ നമ്മളിന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പ്രോഫിറ്റ് നമുക്ക് 5% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. നമ്മൾ എമൗണ്ടിലല്ല അടയാളപ്പെടുത്തുന്നത്, പോർഷൻ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. 5% കിട്ടുമായിരുന്നു, പക്ഷേ നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ 1:2 എല്ലാ ദിവസവും എടുക്കുന്നതായി മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ. കാരണം ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും ചെറിയ അനുപാതത്തിൽ നമ്മൾ ചെയ്താൽ എന്ത് നമുക്ക് സക്സസ് റേഷ്യോ ഇല്ല, എന്ത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റാണ്, അത് റെക്കോർഡ് ചെയ്യുവാണ്. 2 എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ്സ്. നമ്മൾ ഇതിന് ശേഷം ഏഷ്യൻ പെയിൻറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്നലത്തെ
ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, ലോ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ, സെക്കൻഡ് ക്യാൻഡിൽ ഗ്രീൻ, അതിനുശേഷം 2 പുൾ ബാക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിനെ റീടെസ്റ്റ് ചെയ്തു. അതായത് ഇന്നലത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നു. അതിനുശേഷം നമുക്ക് ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഇത് നിങ്ങൾ കാണാപ്പാടം നമ്മൾ പഠിച്ചു വെക്കുവാണ് കേട്ടോ. ഈ പാറ്റേൺ ഒരൊറ്റ രീതിയിൽ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ടിട്ട് നമുക്ക് ഈ ഷെയർ മാർക്കറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ, ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തു, നമ്മൾ ലോയിൽ കൊണ്ടുവന്നിട്ട് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഡേ ഹൈയിലേക്ക് എത്തോരം പോയിട്ടുണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. ഹൈയിലേക്ക് 1:3 നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മളത് എടുക്കുന്നില്ല. നമ്മളിവിടെ 1:2 തന്നെ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 1:2 നമ്മൾ അവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് രണ്ടാമത്തേത്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് രണ്ടാമത്തേത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. മൂന്നാമത്തെ സ്റ്റോക്ക് HDFC ലൈഫ്. അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറുവാണ്. HDFC ലൈഫ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ ലോ അടയാളപ്പെടുത്തുന്നു, ഹൈ അടയാളപ്പെടുത്തുന്നു. ഇത് കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ ഹൈയും ലോയും ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, ഒപ്പം തന്നെ കൃത്യം മധ്യഭാഗത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ ആ ഹൈയുടെയും ലോയുടെയും മധ്യഭാഗം കണ്ടുപിടിക്കാറുണ്ട്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ നമ്മുടെ ലൈവ് വീഡിയോകളിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൈയുടെ ലോയുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചേഞ്ച്, ഇന്നലത്തെ ചേഞ്ച് വന്നിട്ടുള്ളത് ലോ ടു ഹൈ വരുന്നത് 3% ആണ്. അത് വലിയൊരു മൂവാണ്. ഓക്കെ, അപ്പോൾ മധ്യഭാഗം എന്ന് പറയുന്നതിന് വളരെ വാലിഡിറ്റി ഉണ്ടാവും, കാരണം റേഞ്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ 1.5% ഈ മധ്യഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ട്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മധ്യഭാഗത്തെ കട്ട് ചെയ്ത് ആദ്യം താഴത്തേക്ക് പോയി, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളിവിടെ താഴത്തേക്ക് എൻട്രി എടുത്താൽ നമുക്ക് എന്ത് പറ്റും, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കും. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ വെച്ചു, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ നമുക്ക് സിംപ്ലി സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റോക്കിൽ നമുക്ക് ലോസ് അടിച്ചു. ലോസ് അടിക്കുമ്പോൾ എത്രയാണ്? 1 പോർഷൻ ലോസ്. HDFC ലൈഫിലാണ് നമുക്ക് ലോസ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് HDFC ലൈഫ്, അപ്പോൾ 2 പ്രോഫിറ്റ് 1 പോർഷൻ ലോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. NDPC ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്. സോ നമ്മളിതിലാണ് ഇന്ന് ട്രേഡ് ചെയ്ത്, അത് നമ്മൾ ഒഴിവാക്കുവാണ്. SBI ലൈഫിലേക്ക് പോവുകയാണ്. SBI ലൈഫിൽ നമ്മൾ ഡേ ഹൈ, ഇന്നലത്തെ ഡേ ഹൈ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് തമ്മിലുള്ള ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. 2% ചേഞ്ച് ഉണ്ട്. സോ നമ്മളിതിൻ്റെ മധ്യഭാഗവും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുവാണ്. ഇപ്പോൾ നിയർലി 1%, 1% താഴെയൊക്കെ ഉള്ളുവെങ്കിൽ ആ മധ്യഭാഗം അത്രയ്ക്ക് ഒരു വെയിറ്റേജ് നമുക്ക് വരത്തില്ല എങ്കിൽ പോലും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചു, സെക്കൻഡ് ക്യാൻഡിൽ റെഡ്, തേർഡ് ക്യാൻഡിൽ ഗ്രീന്, ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് ഡേ ലോ ബ്രേക്ക് ചെയ്യുവാണ്. ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. നമ്മളവിടെ ചിലപ്പോൾ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മളവിടെ എൻട്രി എടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടുന്നത്. സോ ദാറ്റ് അതായത് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്നത് നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ, ഹയർ പ്രോബബിലിറ്റി അതിനിട്ടുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എൻട്രി താഴത്തേക്ക് എടുത്തതായി തന്നെ കണക്ക് കൂട്ടുവാണ്. കാരണം വേസ്റ്റ് റിസൾട്ട്, ഏറ്റവും മോശമായ റിസൾട്ട് എന്താണോ അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ 2 ലോസും 2 പ്രോഫിറ്റും ഇപ്പോൾ ആയിട്ടുണ്ട്. SBI ലൈഫിൽ നമുക്കിപ്പോൾ ലോസ് അടിച്ചു. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോവുകയാണ്. മാരുതിയിൽ വരുമ്പോൾ നമ്മൾ യെസ്റ്റർഡേ നോക്കിക്കഴിഞ്ഞാൽ ഡേ ലോ അടയാളപ്പെടുത്തി,
ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. ഇതിന് ശേഷം ഇവിടെ മാരുതിയിൽ വന്നിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീനാണ്. ഈ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുവാണ്. നമ്മളിവിടെയും പോയിട്ട് താഴത്തേക്ക് എടുക്കും. കാരണം വേറൊന്നുമില്ല, എന്താണ്, ഇത് പ്രൈസ് ആക്ഷൻ ലൈനിനെയും കൂടി കൂട്ടിയിട്ടാണ് താഴത്തേക്ക് കട്ട് ചെയ്യുന്നത്. സോ നമ്മൾ താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കും. താഴത്തേക്ക് എൻട്രി എടുത്താൽ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഒപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. 0.5% 0.5% സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഇവിടെ 1% വന്നിട്ടുമില്ല, അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ 3 ലോസായി നമുക്കിപ്പോൾ മാരുതി ലോസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അതിനു മുമ്പ് ഇപ്പോൾ 5 എണ്ണമായി. പോസിറ്റീവ് 5 നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലോസിൽ പോയ 5 ഷെയറിലാണ് ഇനി നോക്കേണ്ടത്. ഹയസ്റ്റ് ലോസ് ഇന്ന് തന്നേക്കുന്നത് ബ്രിട്ടാനിയാണ്. നമ്മൾ ബ്രിട്ടാനിയയിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നലത്തെ ലോ നമുക്കിവിടെ കാണാം. ഇന്നലത്തെ ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ ഇന്നലത്തെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം വലിയൊരു ചേഞ്ചാണ് ഇന്നലെ തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 2.7%. സോ ഇതിൻ്റെ മധ്യഭാഗവും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഈ ചെയ്യുന്ന പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ മധ്യഭാഗത്തുനിന്ന് ഇവിടുന്ന് ഒരു റിജക്ഷനാണ് കിട്ടുന്നത്, താഴത്തേക്ക് പോകുന്നു. അതിനുശേഷം 3 ക്യാൻഡിൽ 4 ക്യാൻഡിൽ അടുപ്പിച്ച് താഴത്തേക്ക് പുഷ് ചെയ്തു. ദെൻ ഇവിടെ വന്നു, ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് നമുക്ക് എൻട്രി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. അത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസും ഹിറ്റാവും. നമുക്കതൊന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കിയേക്കാം. ഈ റെഡ് ക്യാൻഡിൻ്റെ മുകളിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇവിടെ ടാർഗറ്റ് കിട്ടാൻ യാതൊരുവിധ മാർഗ്ഗവുമില്ല. 0.5% പോലും അത് മൂവ് ചെയ്തിട്ടില്ല. സോ അതിലും നമുക്ക് ലോസാണ്. ബ്രിട്ടാനിയയിൽ ലോസ് അടിച്ചു. ഇപ്പോൾ നമുക്ക് 4 ദിവസം ലോസ്, 2 ദിവസം പ്രോഫിറ്റ്. അപ്പോൾ 4 പോർഷൻ ലോസ്, ഇവിടെ 4 പോർഷൻ പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ലോസ് 4, പ്രോഫിറ്റ് 4 എന്ന രീതിയിലാണ് നമ്മൾ ഈക്വൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് റെഡ്ഡീസ് ലാബ്. ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ബ്ലൈൻഡ്ലി ചെയ്യുവാണ്. ഇവിടെ റെഡ് ക്യാൻഡിൽ വെച്ചു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കുന്നു. എന്ത് സംഭവിക്കും? 0.5% ഇങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റിലേക്ക് അത് പോകുന്നില്ല. സോ ദാറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. അപ്പോൾ റെഡ്ഡീസ് ലാബ് അല്ല, ഡോക്ടർ റെഡ്ഡീസ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ലോസ് കൂടുതലായിട്ടുണ്ട്, പ്രോഫിറ്റ് കുറവായി. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഗ്രാസിമിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നലത്തെ ലോ അതുപോലെ ഹൈ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഡേയുടെ മധ്യഭാഗവും കൂടെ നമ്മളൊന്ന് മെഷർ ചെയ്ത് വെക്കുവാണ്. ഇവിടെ മധ്യഭാഗത്തു നിന്ന് താഴത്തേക്ക് റിജക്ഷൻ വന്നു. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. അതിനുശേഷം ആ ഗ്രീൻ ക്യാൻഡിലിന് താഴത്തേക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈനിനും താഴത്താണ് നമുക്ക് ആ എൻട്രി കിട്ടിയേക്കുന്നത്. ഇവിടെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ട്രിഗർ ആകുന്നുണ്ട്. സോ അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നത്. ഗ്രാസിം സ്റ്റോപ്പ് ലോസ്.
ഇപ്പോൾ 6 പോർഷൻ ലോസും 4 പോർഷൻ പ്രോഫിറ്റിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തത് റിലയൻസ് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ലോ, ഇത് ഹൈന് ഇപ്പോൾ അടയാളപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ ഗ്രീൻ ക്യാൻഡിലുകൾ വെച്ചു, പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും. നമ്മളിവിടെ ബ്ലൈൻഡിൽ ചെയ്യുവാണ്. കണ്ണും പൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുന്നില്ല, മറിച്ച് നമുക്ക് ടാർഗറ്റും ട്രിഗർ ആകുന്നില്ല. എന്നാൽ പ്രോഫിറ്റിലാണ് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ റിലയൻസിൽ 0 ഇടുവാണ്. രണ്ടിലും നമ്മൾ 0 അടയാളപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരു ചേഞ്ചും അത് വരുത്തുന്നില്ല. അടുത്ത സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമേഴ്സ്. ഇവിടെ നമ്മൾ പുതിയൊരു കാര്യം കൂടി ഇപ്പോൾ പഠിക്കും. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഡേയുടെ ലോയും ഡേയുടെ ഹൈയും നമ്മൾ അടയാളപ്പെടുത്തി. എന്നാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇങ്ങ് പോകുന്നു, ഒത്തിരി താഴത്തേക്ക് പോകുന്നു. ഇങ്ങനെ പോന്നു കഴിയുമ്പോൾ നമുക്കറിയണം ഈ ക്യാൻഡിൽ എവിടം വരെ പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിന് താഴത്ത് നമുക്കൊരു പ്രൈസ് ആക്ഷൻ പോയിന്റ് ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഒരു ഡേയുടെ ലോയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡേയുടെ ലോ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ദിവസത്തിലേക്ക് വരാം. യെസ്, അപ്പോൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരൊറ്റ വര നമ്മൾ വരച്ചപ്പോൾ കുറച്ചധികം മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കാരണം എത്രയോ ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഡേയുടെ ലോയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം പോയി സപ്പോർട്ട് എടുത്തേക്കുന്ന അവിടെയാണ്. അതിനുശേഷം ഇത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ക്യാൻഡിലും റെഡ് വെച്ചു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ആ റെഡ് ക്യാൻഡിലെ റിവേഴ്സ് ചെയ്യുവാണ്. അവിടുന്ന് നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കുവാണ്. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസും വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഡേ. നമുക്കറിയാം ഈ വലിയൊരു ക്യാൻഡിൽ വെച്ചപ്പോൾ തന്നെ ഇനി എന്തും മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ് അവിടെ കാണപ്പെട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് NTPCയിൽ സംഭവിച്ച സെയിം സംഭവം തന്നെ. നമ്മളുടെ ഡയറക്ഷനിലേക്ക് തന്നെ നമ്മുടെ ജഡ്ജ്മെൻ്റൊക്കെ കറക്റ്റായി സ്റ്റോക്ക് മൂവ് ചെയ്തു, പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1:2 ഇതിനകത്ത് കിട്ടുമായിരുന്നു, പക്ഷേ അതിന് മുമ്പ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമുക്കത് സ്റ്റോപ്പ് ലോസ് ആയിട്ടേ കണക്കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടാറ്റയിൽ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 7 പോർഷൻ ലോസും 4 പോർഷൻ പ്രോഫിറ്റും. അപ്പോൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 പോർഷൻ ലോസിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ബാക്ക് ടെസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഈ രീതിയിൽ റിസ്ക് റിവാർഡ് വെച്ചല്ല തോന്നിവാസമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അങ്ങ് വാഷ് ഔട്ടായി പോകും, അക്കൗണ്ട് 0 ആകും. പിന്നെ നമ്മൾ കുറച്ച് നാൾ ചിലപ്പം ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ട്രേഡ് ചെയ്യാതിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെയും കൊണ്ടുവന്ന് ക്യാപിറ്റൽ ഇടും, വീണ്ടും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആദ്യം 2 ദിവസം തന്നെ 2 ദിവസം കൊണ്ട് തന്നെ 4 പോർഷൻ പ്രോഫിറ്റ് കിട്ടി. ഈ കിട്ടിയ പ്രോഫിറ്റ് പോയി തീരാനായിട്ട് പിന്നെ ഒരു 4 ദിവസം സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് അടിച്ചപ്പോഴാണ് നമ്മുടെ ആ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിന് ശേഷം ക്യാപിറ്റലിൽ നിന്ന് പോയെന്ന് പറയുമ്പോൾ തന്നെ ഈ 4 അത് ക്യാൻസൽ ഔട്ടായി പോയി. പിന്നെ 3 പോർഷനേ നമുക്ക് പോയിട്ടുള്ളൂ. അതായത് 10 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ 3 പോർഷൻ ലോസേ നമുക്ക് വന്നിട്ടുള്ളൂ. ഇതിനെ മറികടക്കാനാണെങ്കിൽ ഇനി 2 ദിവസം പ്രോഫിറ്റ്, അടുത്തൊരു 2 ദിവസം ഇല്ല 2 സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രോഫിറ്റിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഈ രീതിയിൽ വളരെ വേഗത്തിൽ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ളപ്പോൾ നമ്മൾ റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് 1:2 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം, ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം പ്രോഫിറ്റ് എടുത്ത ദിവസം ഓർക്കുന്നുണ്ടോ, നമ്മൾ ഫസ്റ്റ് ഡേ പ്രോഫിറ്റ് എത്രയായിരുന്നു? 1:5 അത് ഹൈ വരെ പോയി. ഈ 1:5 പോയ സമയത്ത് നമ്മൾ
അതിൽ നിന്ന് 1:2 നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. ഈ 5 പോയതിൽ നമ്മളൊരു 4 എടുത്തു എന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ 2 പോർഷൻ എക്സ്ട്രാ വന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ദിവസം 1:3 പോയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ 1:3 എടുത്തു എന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു പോർഷൻ എക്സ്ട്രാ കിട്ടി. അപ്പോൾ എത്ര പോർഷൻ എക്സ്ട്രാ വന്നു? 3 പോർഷൻ ഇവിടെ എക്സ്ട്രാ വന്നു. ശരിയല്ലേ? ഇവിടെ 3 പോർഷൻ എക്സ്ട്രാ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നെറ്റ് വരുന്ന ലോസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ്ലി 1:2 എടുക്കുന്നത് സ്റ്റാർട്ടിങ് ടൈമിൽ മാത്രമായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ എവിടെ വരെ പോകാമെന്നത് കണ്ടുപിടിച്ചിട്ട് അവിടത്തേക്ക് ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എങ്ങനെ നമുക്ക് 1:2 മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ JSW സ്റ്റീലിലാണല്ലോ നമുക്ക് 1:5 കിട്ടാമായിരുന്നത്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ JSW സ്റ്റീലിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ പോകാം. JSW സ്റ്റീൽ നമ്മളിവിടുന്ന് എൻട്രി എടുക്കുന്നത് ഇവിടുന്നാണ്. ഓക്കെ, നമ്മൾ അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി നമുക്ക് മാക്സിമം എത്ര കിട്ടാവോ അതിലേക്ക് നമുക്ക് പോകണം. അതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മന്ത്ലി ക്യാൻഡലിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഈ മാസത്തെ ക്യാൻഡിൽ എടുക്കുമ്പോൾ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നതാണോ ഓവർ ഓൾ ദ ടൈം ഇതിൻ്റെ ഹൈ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഇവിടെ നെറ്റിൻ്റെ കുറച്ച് സ്ലോ ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് ഡിലേ ആകുന്നുണ്ട്. നമുക്ക് നോക്കാം. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് പോസ് ചെയ്യാം, അതൊന്ന് വന്നോട്ടെ, അതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ദിവസത്തേക്കാളും മുകളിൽ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 15 മിനിറ്റ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ഈ 2 പ്രൈസ് ആക്ഷൻ ലൈൻസാണ് നമ്മൾ എടുത്തത്, ഡേ ഹൈയും ഡേ ലോയും. അപ്പോൾ ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ എവിടം വരെ പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് അവിടം വരെ ടാർഗറ്റ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എവിടം വരെ പോകാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ പോർഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിലുള്ള നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ് നമുക്ക് എടുക്കേണ്ടത്. മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസും താഴത്തേക്ക് പോകുമ്പോൾ സപ്പോർട്ടുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് പോകുന്ന റെസിസ്റ്റൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുകളിലുള്ള ഒരു ദിവസത്തെ ഡേയുടെ ഹൈയിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇതൊരു ഡേ ഹൈ ആണ്, പക്ഷേ ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ് അവിടെ ഉള്ളത്. സോ ദാറ്റ് നമുക്കവിടെ രണ്ടും മാർക്ക് ചെയ്യണം. ഒന്ന് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം, 2 തൊട്ടടുത്ത ഡേയുടെ ഹൈ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമ്മൾ, കാരണം ഈ ഡിഫറൻസൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആ ട്രേഡ് എടുക്കുമ്പോൾ അതൊത്തിരി ഗുണപ്പെടും. അപ്പോൾ 0.85% ചേഞ്ച് ഉണ്ട്, നിയർലി 1% ചേഞ്ച് അടുത്ത ലെവലിലേക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി കാര്യങ്ങൾ കണ്ടു. മുകളിലേക്കുള്ള 2 ലെവൽസും കൂടെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 5 മിനിറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരുവാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത സ്ഥലം നമ്മൾ കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ചെന്നു ആ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ലെവലിൽ നിന്ന് പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് അവിടെ റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇതുകൊണ്ടാണ്. ഇത് കൃത്യമായി കാണാപ്പാടം ഈ പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ 2 വര കഴിഞ്ഞ ചാർട്ട് വരച്ചത് കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ മേളിലൊരു ലൈൻ മാർക്ക് ചെയ്തു, അതിവിടെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ലൈൻ കണ്ടുപിടിച്ചു. ഇവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ തന്നെയാണ് ചെന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് കാണാപ്പാഠം പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാവുന്ന സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. നമ്മളത് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം. എത്ര കിട്ടി? 1:3.5 കിട്ടി. നമ്മളിവിടെ എത്ര കണക്ക് കൂട്ടിയ? 1:2 പ്ലസ് ഒരു 2ഉം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, അതാണല്ലോ നമ്മൾ കണക്ക് കൂട്ടിയത്. അപ്പോൾ പ്ലസ് ഒരു 2ഉം കൂടെ, അതായത് 1:3 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസിനെ നമുക്കെടുത്ത് ഇങ്ങോട്ടേക്ക് ട്രയൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടാർഗറ്റിനെ എടുത്തിട്ട്, ടാർഗറ്റ് ഓർഡർ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്?
അപ്പോൾ ഈ ലൈനാണ് നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ കണക്കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1:5 അങ്ങോട്ട് നമ്മൾ വെച്ചു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇതുകൊണ്ട് എന്താ ഗുണം? ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നമ്മൾക്ക് ലോസിലേക്ക് പോകത്തില്ല. ഇവിടെ നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് പുൾ ബാക്ക് എടുത്തു. അതിന് ശേഷം തിരിച്ചിതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടെ വെച്ച സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് വീണ്ടും ഈ ഒരു സ്വിംഗ് ലോയുടെ താഴത്തേക്ക് വെക്കാം. ഇവിടെ താഴത്തേക്ക് വെച്ചുകൊണ്ട് മുകളിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് തന്നെ 1:5 ഏകദേശം അടുത്താണ്. സോ 1:5 എന്നുള്ളിടത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ 1:4 എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 2 പോർഷൻ എക്സ്ട്രാ ഇവിടെ കയറി വരും. ഇനി രണ്ടാമത്തെ ഏഷ്യൻ പെയിൻസിലാണ് നമുക്ക് കൂടുതൽ കിട്ടുമായിരുന്നത് നമ്മൾ കണ്ടത്. ഓക്കെ, അതർവൈസ് 2 ദിവസമേ നമുക്കിവിടെ 2 സ്റ്റോക്കിൽ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏഷ്യൻ പെയിൻസും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഏഷ്യൻ പെയിൻസിൽ നമ്മളിവിടെ എൻട്രി എടുത്തു. 1:3 ആണ് അങ്ങോട്ടേക്ക് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യുവാണ്. ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് അല്ലല്ല, ഓൾമോസ്റ്റ് ഹൈ അല്ല, ഇവിടെ വേറെ ഉണ്ട്. സോ ദാറ്റ് നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ഇതിനകത്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ക്യാൻഡിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ആ പ്രൈസ് ആക്ഷൻ പോയിന്റ് കണ്ടെത്തണം. ചാർട്ട് ലോഡാകാൻ കുറച്ച് സമയം എടുക്കുന്നു, നോക്കട്ടെ. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ മുകളിലുള്ള ഒരു ഡേ ഹൈ ഇതാണ്. അപ്പോൾ അങ്ങോട്ട് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2% ചേഞ്ച് അങ്ങോട്ടേക്കുണ്ട്. നമ്മളവിടെ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ മാർക്ക് ചെയ്യുന്നു. അതിന് മുകളിൽ ഏതാണ്ട് ഈ ഒരു പ്ലേസിലും കൂടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു, മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡേയിലേക്ക് വരുന്നു. അപ്പോൾ 5 മിനിറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യവും കൂടെ നമുക്ക് കാണാം. ഇത് 3100 ആണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങൾ 100, 200, 500 ഇതൊക്കെ വരുമ്പോൾ മാർക്കറ്റ് അറിയാമല്ലോ, അവിടെ ഒരു സൈക്കോളജിക്കൽ നമ്പറാണത്. സോ ദാറ്റ് അവിടെ വരെയാണ് നമുക്ക് എന്തായാലും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നിരുന്നാലും ഇന്നിത് ക്ലോസ് ചെയ്തേക്കുന്നത് തന്നെ 1:2.5 മുകളിലാണ്. ഓക്കെ, അപ്പോൾ 1:2.5 എന്ന് പറയുമ്പോൾ 1:2 തന്നെ കൂട്ടിയാൽ മതി. ഇപ്പോൾ എത്രയായി മൊത്തം? അതായത് 2 4 നമുക്ക് കിട്ടി. പ്ലസ് ഇവിടെ ഒരു 2, ഇവിടെ ഒരു അരയില്ല, 2 കൂട്ടിക്കോ. അപ്പോൾ 4 2 6. അപ്പോൾ നെറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് കൗണ്ടിൽ നമുക്ക് 4 2 6 പോർഷൻ എന്ന് കണക്കൂട്ടാൻ പറ്റും. അതായത് നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1 പോർഷനേ ഉള്ളൂ. ഓക്കെ, അതൊരു വലിയ ലോസായിട്ട് കൂട്ടണ്ട. 10 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ അടുത്ത വരുന്ന 30 ദിവസം അതായത് ട്രേഡിംഗ് ഡേയിലെ 10 സ്റ്റോക്കുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാക്ക് ടെസ്റ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ലൈനുകൾ എവിടെയൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും. അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതോടനുബന്ധിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മൾ ചെയ്യുന്ന ലൈവ് ട്രേഡ് അത് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അത് ലൈവായിട്ട് നമ്മൾ റണ്ണിങ് മാർക്കറ്റിൽ എങ്ങനെ എൻട്രി എടുക്കുന്നു, എക്സിറ്റ് എടുക്കുന്നു, എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അതിലാണ് നമുക്ക് മാസ്റ്റർ ആവേണ്ടത്. ബാക്ക് ടെസ്റ്റ് അതിന് ശേഷം നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ നമ്മൾ എക്സിക്യൂഷൻ എങ്ങനെ എത്ര കറക്റ്റ് ആകുന്നുണ്ടോ അതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ടത് ലൈവ് ട്രേഡിങ്ങുകളാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, കുറച്ചധികം പേരുടെ ലൈവ് ട്രേഡിങ്ങുകൾ കണ്ടിട്ടാണ്. സോ അത് ഒന്ന് കണ്ടുകൊള്ളുക. ഓക്കെ, താങ്ക് യു.